ഈ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് കൺസൾട്ടിങ് വരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നത് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞു, ഡോക്ടർ, നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരു 16 വയസ്സുള്ള കുട്ടി, അവർക്ക് ഈ പറഞ്ഞ റീനൽ ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഡോക്ടറെ പിന്നെ ഇങ്ങനെയൊക്കെ വരുമോ അസുഖം, ഒരു അടയാളങ്ങൾ? അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സൈലൻറ്റ് കില്ലറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അറ്റാക്കിനേക്കാളും പ്രശ്നമായിട്ടുള്ള അസുഖമാണ് റീനൽ ഫെയിലിയർ. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണത് വരുന്നതെന്നും എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് ചോദിച്ചത്, ഡോക്ടർ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ വരാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന് മെഡിക്കൽ സയൻസിൽ ഏറ്റവും കൂടുതൽ പറയണ ഈ പറഞ്ഞ സൈലൻറ്റ് കില്ലറായിട്ടുള്ള അസുഖമാണ് ഈ പറഞ്ഞ റീനൽ ഫെയിലിയർ. ഞാൻ ഡോക്ടർ സെയ്ദ് മുഹസിൻ. ഇന്ന് എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും എന്തുകൊണ്ടാണ് അതിൻ്റെ പരിഹാരം നോക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞ വാട്ടർ ഇൻടേക്കും അതുപോലെ വാട്ടർ വേസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ് ആര്? കിഡ്നി. എല്ലാം നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ഒരു അരിപ്പയാണ് കിഡ്നി. ജസ്റ്റിലേക്ക് അരിപ്പ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ സുഷിരങ്ങൾ വരുന്ന അരിപ്പൊക്കെ പല ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഗ്യാപ്പാണ് ഈ അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ പറയുക. അതാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് താരതമ്യേന പറയാൻ പറ്റുന്നൊരു കാര്യം. കിഡ്നിയുടെ ഇത് മാത്രമല്ല ഫങ്ഷനില്ല, നമുക്കറിയാവുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഹോർമോൺ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബോഡിയുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസിഡ് ബേസ്ഡ് ലെവൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മൾട്ടി ഫങ്ഷൻ ഉള്ള ഒരു ഓർഗനാണ് കിഡ്നി. നേരത്തെ പറഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ അവസാന സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ ബോഡി അതിൻ്റെ സൈന് സിംറ്റംസ് കാണാറുള്ളൂ. നമ്മൾ ചില പേഷ്യൻസ് ഒന്ന് വളരെ സന്തോഷത്തോടുകൂടി പറയാറുണ്ട്, ഡയബറ്റിക് ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് പിന്നെ ഡോക്ടർ ഡയബറ്റിക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഡയബറ്റിക് ഒക്കെ ഉണ്ട് ഡോക്ടർ, പക്ഷെ ഞാൻ മെഡിസിൻ എടുക്കാറില്ല എന്ന് പറയും. അപ്പോൾ എന്താ മെഡിസിൻ എടുക്കാന്ന് പറഞ്ഞാൽ, ഡയബറ്റിക് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ ഒരുപാട് കാലമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരില്ലേ? അപ്പോൾ ഫുഡ് കൺട്രോൾ ചെയ്യലുണ്ടോ? ഫുഡ് കൺട്രോളും ഇല്ല. അപ്പോൾ ഫലത്തിൽ എന്താണ്? ആരോ പറഞ്ഞു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഡയബറ്റിക്കിന് മെഡിസിൻ എടുക്കരുത്, നിങ്ങൾ കാലാകാലം മെഡിസിൻ എടുക്കേണ്ടി വരുന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വളരെ മോശമായിട്ടുള്ള ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി അതനുസരിച്ച് അത് എന്നാലോ മെഡിസിൻ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ? അതുമില്ല. അത് സ്ഥാനത്തോ ബാക്കിയുള്ള കാര്യങ്ങളോ ഫുഡ് കൺട്രോൾ ഉണ്ടോ? യാതൊരുവിധ കൺട്രോളും ഇല്ല, മെഡിസിനും ഇല്ല. പിന്നീട് ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്താണ്? ഡയബറ്റിക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വില്ലനാണ് BP. ഇത് രണ്ടും നമ്മൾ ബാക്കിയുള്ള മെഡിസിൻസ് കഴിക്കുന്ന പോലെ, പെയിൻ കില്ലർ കഴിക്കുന്ന പോലെ സൈഡ് എഫക്റ്റ് ബോഡിക്ക് ഉണ്ടാക്കില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഈ പറഞ്ഞ ഡയബറ്റിക്കും ഈ പറഞ്ഞ ബ്ലഡ് പ്രഷറും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ റീനൽ ഫെയിലിയറിനെ തടയാനാണ് പറ്റുക. അപ്പം ബോധവൽക്കരണം കൊടുക്കുന്ന സമയത്താണ് ഇവർക്ക് അതിൻ്റെ സിവിയാരിറ്റിയും അതിൻ്റെ ഈ സീരിയസ്നെസ്സും മനസ്സിലാവണത്. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ റീനൽ ഫെയിലിയർ ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബോഡിയെ കൂടുതൽ സപ്പോർട്ടീവിലേക്ക് മാറ്റണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ പറഞ്ഞ റീനൽ ഫെയിലിയർ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കിയെടുത്തോളം കാരണം ഉറക്കക്കുറവാണ്. കാരണം പ്രവാസികൾക്കാണ് ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. രണ്ടാമത് എന്താണ്? പ്രോസസ്സിങ് ഫുഡാണ്. പ്രോസസ്സിങ് ഫുഡ് കഴിക്കുമ്പോൾ എന്താണ്? അത് ഞാൻ വളരെ കുറച്ച് മാത്രമാണല്ലോ ഉപ്പ് ഉപയോഗിക്കുന്നത് പറയും. പക്ഷേ പ്രോസസ്സിങ് ഫുഡ് കഴിക്കുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന മാംസങ്ങൾ കേടുവരാതെ കൂടുതൽ കാലം ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഉപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, സാൾട്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആയിരിക്കാണ്? അത് പാവപ്പെട്ട വൃക്കക്കാണ്. ഈ പുള്ളി ഓവർ ടൈം പണിയെടുക്കുകയാണ്, എന്നാലും നിർത്തുന്നുണ്ടോ? ഈ പറയുന്ന ഫുഡുകളായിക്കൊണ്ടും അതുപോലെ ചിപ്സുകളായിക്കൊണ്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബോഡിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? ഇന്റേണലായിട്ട് ഈ പറഞ്ഞ കിഡ്നി പതിയെ അതിൻ്റെ പ്രവർത്തനം അതിനെക്കൊണ്ട് കഴിയാത്ത രൂപത്തിൽ നിൽക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ കിഡ്നി ഡിസീസിനെ ഒരു 5 സ്റ്റേജസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റും സെക്കൻഡും സ്റ്റേജിൽ യാതൊരുവിധ സൈനും സിംറ്റംസും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു 6 മാസം കൂടുമെങ്കിലും അല്ലെങ്കിൽ 3 മാസം കൂടുമെങ്കിലും HbA1c നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഡയബറ്റിക്കിൻ്റെ ചില പേഷ്യൻസ് പറയുന്നുണ്ട്, ഡോക്ടർ ഇപ്പോൾ എൻ്റെ ഷുഗറൊക്കെ നോർമലാണെന്ന് പറയും. കാരണം എന്താണ്? പുള്ളി തലേന്ന് രാത്രി ഒരു ചപ്പാത്തിയും വളരെ കുറച്ച് സലാഡും കഴിച്ചിട്ടാണ് ഷുഗർ ചെക്ക് ചെയ്യാൻ പോവുക. അപ്പം നോർമലാണ്, 80 or 90 ആയിരിക്കും. പക്ഷേ നമ്മൾ HbA1c ചെക്ക് ചെയ്യുന്ന സമയത്താണ് 3 months ആവറേജ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അത് 9 ആയിരിക്കും. അപ്പോൾ അവർ കൺസിഡറിങ് ഇരുത്തിയിട്ട് പറയും, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഫുഡ് ഇങ്ങനെ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്താനുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് അവർക്ക് അതിൻ്റെ അവയർനെസ് കിട്ടുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഉറക്കം നിങ്ങൾ ക്രമപ്പെടുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്, ഹൈപ്പർ ടെൻഷനാണ്. ഹൈപ്പർ ടെൻഷനുള്ള രോഗികൾ കൃത്യമായ രൂപത്തിൽ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നില്ല, എന്ത് ചെയ്യും, ഇത് നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് എഫക്റ്റിലേക്ക് പോകും. അപ്പോൾ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും കൺട്രോൾ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് റീനൽ ഫെയിലിയർ എന്നുള്ള അസുഖം എപ്പോഴും പിടിപെടാം. ഈ രണ്ട് അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പിടിപെടാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റു പല അസുഖങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, സാമ്പത്തികമായിട്ട് തകർത്ത് കളയുന്ന ഒരു അസുഖമാണ്. എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല. ചില പേഷ്യൻസിനോട് ചോദിക്കാറ്, നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്താൽ എത്ര കിട്ടാറുണ്ട്, ഇല്ല ഇന്ന കാര്യങ്ങൾ ചെയ്താറുണ്ട്. അപ്പോൾ അവർ എത്രയാണ് ഇത് വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക്കുള്ള വ്യക്തികളാണെങ്കിൽ പരമാവധി നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഉറക്കം ക്രമീകരിക്കാൻ നോക്കുക. അത് ഒരുപാട് പേഷ്യൻസിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിക് കുറയുമ്പോൾ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രോപ്പറായിട്ടുള്ള ഉറക്കം, പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടി. വെള്ളം കുടി എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കുക. വെള്ളം കുടി കൃത്യമായിട്ടുള്ള വെള്ളം കുടി എല്ലാം കുടിക്കും. നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമുക്ക് പണ്ടത്തെ മാതിരി വെള്ളം കുടിക്കാറുണ്ട്. കാരണം എന്താണ്, ബോഡി ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കുറവാണ്, നമുക്ക് ദാഹിക്കില്ല നോർമലി. അപ്പോൾ നമ്മുടെ യൂറിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഡാർക്ക് യെല്ലോ ആയിരിക്കും, അല്ലെ സിവിയർ സ്മെല്ലോ കാര്യങ്ങളായിരിക്കും. നോർമൽ ഒരു പെയിൽ യെല്ലോ ആണെങ്കിൽ, ഒരു കട്ടി കുറവുള്ള ഒരു മഞ്ഞ കളറാണെങ്കിൽ നമ്മുടെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ വെയിറ്റ് ബോഡി 20 to 25 kg വെയിറ്റ് ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് നിങ്ങൾ കുടിക്കേണ്ടതാണ്. ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബോഡിയിൽ സ്മൂത്തായിട്ട് നടക്കും. അതുപോലെ അത് കിഡ്നിയുടെ സറൗണ്ടിങ്സ് ഏരിയയിൽ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാം എന്താണ് ഡയബറ്റിക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സർക്കുലേഷൻ കുറവ് വരികയാണ് ചെയ്യുന്നത്. ആ നെർവ്സിന് സർക്കുലേഷൻ കുറവ് വരും. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് സമയത്ത് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ നെർവ്സിന് എന്ത് ഡാമേജ് ഉണ്ടാക്കും. ഈ പറയുന്ന കാരണങ്ങളാണ് ഈ പറഞ്ഞ റീനൽ ഫെയിലിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില പല യൂട്യൂബ് വീഡിയോകളും പല കാര്യങ്ങളും പറയും, ഇത്ര വെള്ളം കുടിക്കണം, അത് കുടിക്കണം. അത് ഓരോ രോഗിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമുക്ക് കോമൺ ആയിട്ട് ഒരു വ്യക്തി ഇത്ര വെള്ളം കുടിക്കാമെന്ന് പറയാൻ പറ്റില്ല. നോർമലി നമ്മൾ പറയാറുള്ളത് നമ്മുടെ എത്രയാണോ യൂറിൻ ഔട്ടേക്കുള്ളത്. ഇപ്പോൾ ഒരു 70 ml 200 ml ആണെങ്കിൽ ഒരു ദിവസം ഔട്ടേക്ക് എടുക്കുന്നത് +600 വാട്ടറാണ് പറയാറുള്ളത്. അതും രോഗിയുടെ ഘടന അനുസരിച്ച് ഓരോ രോഗി ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ച് മാത്രമേ നിങ്ങളുടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഇൻടേക്ക് നിങ്ങൾ ക്രമപ്പെടുത്താൻ പാടുള്ളൂ. കാരണം നിങ്ങൾ മറ്റു പലരും പറയണമെന്നാണ്, അത് ഓരോ രോഗികളല്ല, ജനറലൈസ്ഡ് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഭക്ഷണവും വെള്ളവും നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ച് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റ് തെറ്റായ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക. പ്രോട്ടീൻ കുറയ്ക്കേണ്ടതുണ്ട്, ഫ്രൂട്ട്സിൽ പൊട്ടാസ്യം ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറവാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക്കുള്ള വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിക്കൊണ്ട് 3 മാസം അല്ലെങ്കിൽ മിനിമം ഒരു 5 months HbA1c ചെക്ക് ചെയ്യും. അതൊരു 6 അല്ലെ 7 ഇടയിലാക്കിക്കൊണ്ട് നിർത്തുകയും ചെയ്യുക. ഞാൻ പറഞ്ഞത് നോർമൽ വരുന്നത് 5.5ഉം 6 ഇടയിലാണ്. ഞാൻ പറഞ്ഞത് 9 or 10 ഉള്ള ആൾക്കാരാണെങ്കിൽ മിനിമം എന്ത് ചെയ്യുക, അത് കുറച്ച് ഗ്രാജ്വലി ഒരു 7 to 6 ഇടയിലാക്കി നിർത്തുക. അപ്പം എന്ത് ചെയ്യും, കുറച്ചും കൂടി ഹെൽത്തിയാണ്. പിന്നെ നെക്സ്റ്റ് ഒരു 6 months കൊണ്ട് ചെയ്യുക, വീണ്ടും ഗ്രാജ്വലി കുറച്ച് കൊണ്ടുവരിക. ഈ രൂപത്തിൽ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതോടെ ഡയബറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഉറക്കം യാതൊരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇതുവഴി സിംറ്റംസ് ഉണ്ട്, ബോഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പായിട്ട് കാണിച്ചിരുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ സിംറ്റംസും കാണിക്കണമെന്നില്ല, എന്നാലും നീർക്കെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പൂറ്റിയിലും അതുപോലെ ഫേസിലും ചെറിയ നീർക്കെട്ട് വരും. അതിന് മുമ്പായിട്ട് ശരീരം കാണിക്കുന്നതാണ് ടയർഡ്നെസ് ആയിരിക്കും. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും മാറാത്ത കൂടുതലായിട്ടുള്ള ക്ഷീണം, അത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതായത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അതായത് നമ്മൾ ACR എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു 6 months കൂടുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ക്രിയാറ്റിനും ചെയ്യേണ്ടതാണ്. ഒരു എബോ 40 ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എല്ലാ വർഷവും നിർബന്ധമായിട്ട്, നേരത്തെ പറഞ്ഞ ഹൈപ്പർ ടെൻഷനും ഡയബറ്റിക്കും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും 1 year കൂടുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലും 1 year ചെയ്താൽ മതി. അല്ലാതെ ബുദ്ധിമുട്ടോ വല്ല സിവിയർ ഈ CKD ഉള്ള ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള റീനൽ ഫെയിലിയർ ഉള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളാണെങ്കിൽ 6 months ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഡയാലിസിസ് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് പകരം നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ 6 months മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ 6 months മോണിറ്ററിങ് നടത്തുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും.
കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കം, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഫുഡ് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റീനൽ ഫെയിലിയർ വരാതെ, അല്ലെ ക്രിയാറ്റിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വരാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഭക്ഷണ ജീവിത ക്രമീകരണത്തിലൂടെ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ഡയബറ്റിക്കും മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന റീനൽ ഫെയിലിയറും ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കോംപ്ലിക്കേഷനും നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതിന് വേറെ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഒരു 10 മണിക്ക് ഉറങ്ങുകയും രാവിലെ എഴുന്നേൽക്കുകയും ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്താൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മറ്റാർക്കും ബാധ്യതയില്ലാതെ പൂർണ്ണമായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.